ഹായ് ഹലോ. ഒരു പുതിയൊരു ക്രാഫ്റ്റ് വീഡിയോ കണ്ടാലോ? അപ്പോൾ നമുക്കതിനാവശ്യമായിട്ട് വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. ഈ കാർഡ്ബോർഡ് എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ ഒരു വട്ടം വരച്ച്, വലിയൊരു വട്ടം, ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു വട്ടം വരച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ വട്ടം വരച്ചെടുക്കാം. അതിന് ചെറിയൊരു ആ വലിയ വട്ടത്തിനുള്ളിലായിട്ട് ഒരു ചെറിയൊരു വട്ടം കൂടെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് നല്ല ഭംഗിയായിട്ട് ആ വട്ടത്തിൻ്റെ അതേ ഷേപ്പിൽ മുറിച്ചെടുക്കണം. ആ വട്ടം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു ഷേപ്പിലാണ്, ഈ ഒരു ഇതിലാണ് ഉണ്ടാവുക. ഇത്ര വീതിയിലാണ് നമ്മൾ വട്ടം മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇതിലേക്കൊന്ന് ഒരു പെയിൻറ്റ്, നമ്മുടെ കയ്യിലുള്ള ഏത് പെയിൻ്റ് ആയാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു പെയിൻ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പെയിൻ്റാണോ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നത് എന്ന് വെച്ചാൽ ഈ പെയിൻറ്റ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അത് മൊത്തമായിട്ട് ആ റൗണ്ടിൽ മുഴുവനായിട്ട് നമ്മൾ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമ്മൾ കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം. ആ പൂക്കൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിത് അങ്ങ് കാണിച്ചു തരാം. ചെറിയൊരു പൂവാണ് കേട്ടോ. ഒരു പെൻസിലിൽ ഇങ്ങനെ ഒരു നൂലിങ്ങനെ വട്ടമാക്കിയിട്ട് ഇങ്ങനെ നിറച്ചു ആ പെൻസിൽ മൊത്തമായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് പുറത്തേക്ക് എടുത്തിട്ട് കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് പുറത്തേക്കൊന്ന് എടുക്കുക. തള്ളി ഇങ്ങനെ പെൻസിൽ മാറ്റിയിട്ട് എടുക്കുക. എന്നിട്ട് ആ രണ്ടറ്റവും കൂടെ കൂട്ടിക്കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൂവ് റെഡിയായി കിട്ടും. നമുക്ക് എളുപ്പത്തിൽ പറ്റും ചെയ്യാൻ. 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ടല്ലോ. പെട്ടെന്ന് കഴിയും കേട്ടോ. ഇങ്ങനെ പൂവ് നമുക്ക് കുറച്ചധികം പൂവ് തന്നെ നമുക്ക് വേണം. ഒരു എണ്ണം ഞാനിപ്പം കൃത്യമായിട്ട് പറയുന്നില്ല. നമ്മൾ ആ റൗണ്ടിനനുസരിച്ചിട്ടുള്ള അത്രയും പൂക്കൾ നമുക്ക് ആവശ്യമുണ്ട്. കണ്ടോ? ഇത്രയും പൂക്കളാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ പൂക്കൾ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത നമുക്ക് ആവശ്യം, കണ്ടോ, ഇതുപോലത്തെ ഒരു സാധാ നമ്മുടെ ന്യൂസ് പേപ്പറില്ലേ, അങ്ങനത്തെ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പഴയ നോട്ട് ബുക്കിൻ്റെ പേപ്പറോ എന്തായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഈ ന്യൂസ് പേപ്പർ നമ്മൾ 4ആക്കി മടക്കിയിട്ട് കത്രിക വെച്ചിട്ട് കീറി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഈർക്കിൽ വെച്ചിട്ട് ചുറ്റിയെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. എനിക്ക് ഈർക്കിലിൻ്റെ ആവശ്യമില്ലായിരുന്നു. അല്ലാതെ തന്നെ എനിക്ക് ചുറ്റാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈർക്കിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് സെല്ലോ ടേപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ടേ. ആ പേപ്പർ നമ്മൾ ചുറ്റിച്ചെടുത്തത് നമ്മൾ മൊത്തം എല്ലാ പേപ്പറുകളും ചുറ്റിച്ചെടുത്ത എല്ലാ പേപ്പറുകളും നമ്മളൊന്ന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ പെയിൻ്റ് അടിക്കുന്നത് കാണിക്കാനോട് വിട്ടുപോയതാണേ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പൂവുണ്ടല്ലോ, ആ പൂവ് ഇതുപോലെ നമുക്ക് ഒന്ന് ആ റൗണ്ടിൻ്റെ കാർഡ്ബോർഡിൻ്റെ മൊത്തം ചുറ്റിനും ആ റൗണ്ടിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഗൂഗിൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് പശയോ അല്ലെങ്കിൽ ഫെവിക്കോളോ അങ്ങനെ എന്താണോ ഒട്ടുന്നതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഈ പൂക്കളെ ഇതുപോലെ ഒന്ന് മൊത്തം റൗണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇളകി വരാത്ത രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇതൊക്കെ ചെയ്യാൻ എൻ്റെ മോൾ അവിടെ നിന്ന് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ടോ, സൈഡിൽ കൂടെ മൂപ്പര ഹെൽപ്പും കൂടി ഉണ്ട് എനിക്ക്. അങ്ങനെ ഇത് മൊത്തം നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. കണ്ടോ, ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടുന്ന രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ചെറിയൊരു കാർഡ്ബോർഡിൽ ഒരു വട്ടം വരയ്ക്കണം. ഇതുപോലത്തെ ചെറിയൊരു കഷ്ണം കാർഡ്ബോർഡിൽ നമുക്ക് ചെറിയൊരു വട്ടം, നമുക്ക് വട്ടത്തിൻ്റെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ അധികം വലിയ റൗണ്ടൊന്നും അല്ല എടുക്കുന്നത്. ചെറിയൊരു റൗണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ റൗണ്ട് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇതിലും നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് ആ മഞ്ഞ പെയിൻറ്റ്
ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പെയിൻ്റല്ല, കളറ്. പെയിൻ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. ഇങ്ങനെ ഈ കളറും കൂടെ, ഈ കാർഡ്ബോർഡും കൂടി നമ്മളൊന്ന് കളർ അടിച്ചു കൊടുക്കുക. മൊത്തമായിട്ട് കളർ അടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമ്മളത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ പെയിൻറ്റ് മുഴുവൻ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചുറ്റിയെടുത്ത ആ പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ വടി പോലെ ഇങ്ങനെ ആക്കി വെച്ച പേപ്പർ, ആ പേപ്പർ നമ്മൾ നടുവാക്കിയിട്ട് മുറിച്ചു കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ സെൻറ്ററിലൂടെ എല്ലാ പേപ്പേഴ്സും ഇങ്ങനെ റൗണ്ട് ചുറ്റിച്ചെടുത്ത പേപ്പറുകളും നമ്മൾ മുറിച്ചെടുക്കണം. നടുവിലും മുറിച്ചിട്ട് ഇങ്ങനെ ഒക്കെ മുറിച്ചിങ്ങനെ വെക്കണം. ഇനി നമുക്ക് ഈ പേപ്പർ ആ റൗണ്ടിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നേരത്തെ നമ്മൾ ചെറിയ റൗണ്ടും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ റൗണ്ട് ആ വലിയ റൗണ്ടിന് നടുവിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത് 4 സൈഡിലും പിന്നെ ആ 2 കോണായിട്ടുമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മളെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിരിച്ച് വെച്ചിട്ട് ആ ചെറിയ റൗണ്ടിൻ്റെ ആ കാർഡ്ബോർഡ് വെട്ടിയെടുത്തില്ലേ നമ്മൾ, അതിലൂടെ ഒരു പൂവ് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ റൗണ്ടിൽ ചുറ്റുമായിട്ട് ഒരു പൂക്കൾക്ക് നടുവിലായിട്ട്, റൗണ്ടിലെ ആ പൂക്കൾക്ക് നടുവിലായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് മുത്തുകളുണ്ടായിരുന്നു. ആ മുത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ മൊത്തം മുത്തുകൾ ഞാൻ കണ്ടോ, കറുപ്പ് കളറിലുള്ള മുത്തുകളാണ് ഞാൻ എടുത്തത്. അത് മൊത്തം പൂവിൻ്റെ നടുവിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ച് മുത്ത് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് മുത്തുകൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കിത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു ഹാങ്ങിങ് പോലെ ഒരു നൂലെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ എൻ്റെ ക്രാഫ്റ്റൊക്കെ? അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. കാണുന്നവർ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നാളെ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.